ഇനി പാർട്ടി ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. കേരളത്തിലെ ടീം UDF നയിച്ച ശ്രീ VD സതീശനൊരു ക്ലെയിം ഉണ്ട്. പ്രതിപക്ഷ നേതാവായി 5 വർഷക്കാലം പ്രവർത്തിച്ച് പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തി ഭൂരിപക്ഷമുണ്ടായിട്ടും പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ക്ലെയിമുണ്ട്. ഇവിടെ പാർലമെൻറ്റിൽ കാസർഗോഡ് മത്സരിച്ച് പരാജയപ്പെട്ട് ആലപ്പുഴയിൽ MLA ആയി, മന്ത്രിയായി, MP ആയി, കേന്ദ്രമന്ത്രിയായി, ഇന്ന് KSUവിൻ്റെ പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും ഒക്കെ ആയി, ഇന്ന് സംഘടനാ ചുമതല വഹിക്കുന്ന KC വേണുഗോപാലിനും ഒരു ക്ലെയിമുണ്ട്. ഈ ക്ലെയിമിന് വേണ്ടി അവർക്ക് അവസാന ശ്വാസം വരെ പൊരുതാം, യാതൊരു തർക്കവുമില്ല. ശ്രീ VD സതീശന് അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ നിരത്താം, അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും നിരത്താം, ശ്രീ KC വേണുഗോപാലിനും നിരത്താം. ഇതിപ്പോൾ ടീം UDF എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ടീം UDF എന്ന് പറയുമ്പോൾ അതിനകത്ത് കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ RSP ഉണ്ട്, CMP ഉണ്ട്, മറ്റു ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ട്. ഒറ്റ MLA-മാരുള്ള അനൂപ് ജേക്കബ് അടക്കമുണ്ട്. അപ്പോൾ ടീം UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ പെടും. ശ്രീ VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ശ്രീ KC വേണുഗോപാലുണ്ട്, KPC പ്രസിഡന്റുണ്ട്, കോൺഗ്രസിന് 14 DCC പ്രസിഡന്റുമാരുണ്ട്, KPC ഭാരകളുണ്ട്. ഇവരെല്ലാം കോൺഗ്രസിൻ്റെ ടീമിൽപ്പെടുന്ന ആളുകളാണ്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ടീമിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, PMA സലാമുണ്ട്, ET മുഹമ്മദ് ബഷീറുണ്ട്. അതുപോലെ അവരുടെയും ഒരു ടീമുണ്ട്. അവരുടെ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്, പ്രവർത്തകരുണ്ട്. അതാണ് അവരുടെ ടീം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം ടീം ചേരുമ്പോഴാണ് ടീം UDF എന്ന് പറയുന്നത്. ആ UDFൻ്റെ ഉജ്ജ്വലമായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായിരിക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെക്കുറിച്ചെല്ലാം ഒരക്ഷരം പോലും പറയാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്കൊരു സേ ഉണ്ട്. പക്ഷേ MLA-മാരുടെ മാത്രം പോരല്ലോ. ഓരോരുത്തരും അവരവർക്ക് വേണ്ടി വാദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, ബാധ്യതയുള്ളവരാണ്. കാര്യങ്ങൾ സോണിയാഗാന്ധിയെ ബോധ്യപ്പെടുത്തി, മല്ലികാർജുന ഖാർഗെയെ ബോധ്യപ്പെടുത്തി, രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തി. അവരവരുടെ കാര്യം സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു അപാകതയുമില്ല. അതിനവർക്കുള്ള അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊരു പാർട്ടിയാണ്, ഇതൊരു സംഘടനയാണ്. സംഘടനയ്ക്ക് ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ടല്ലോ. VD സതീശൻ കേരളത്തിൽ കോൺഗ്രസ്സുകാരുടെ അനിഷേധ്യനായ നേതാവാണ്. രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അനിഷേധ്യനായ നേതാവാണ്. അതുപോലെ തന്നെ ഇന്ന് ദേശീയ തലത്തിൽ സംഘടനാ ചുമതല വഹിക്കുന്ന KC വേണുഗോപാലും കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അനിഷേധ്യനായ നേതാവാണ്. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം അല്ല ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടത് ഒരിക്കലും ഒരു കോൺഗ്രസ് പ്രവർത്തകനും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. VD സതീശൻ്റെ പ്ലക്കാർഡുകൾ ഉയർത്തി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പ്ലക്കാർഡ് ഉയർത്തി, വേണുഗോപാലിൻ്റെ പ്ലക്കാർഡ് ഉയർത്തി സിന്ദാബാദ് വിളിക്കാനും അവർക്ക് വേണ്ടി പ്രകടനം നടത്താനും ഒന്നും തയ്യാറാകുന്നതിലൊന്നും ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ പ്രകടനം നടത്തുന്ന ആളുകൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ സംഘടനാ മര്യാദകൾ പാലിക്കണം. നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് പ്രകടനം നടത്തിയ ആളുകൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കയറി. മാത്രമല്ല, ഫ്ലെക്സിനകത്ത് കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു നേതാവിൻ്റെ ചിത്രം കൂടി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ. ഞാൻ ചോദിക്കട്ടെ, സീറ്റ് കിട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചവരെ ഞാൻ കണ്ടല്ലോ. സീറ്റ് കിട്ടിക്കഴിഞ്ഞ് ജയിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അടുത്ത് പോയി ആ ശവകുടീരത്തിൽ കണ്ണീരൊഴുക്കുന്ന ഞാൻ കണ്ടു. ജയിച്ചു കഴിഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വീണ്ടും അവിടെ പോയവരുണ്ട്. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറി ചിഹ്നമാക്കിയിട്ട് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇന്ന് MLA-മാരായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ
ഒരക്ഷരം വേണ്ടിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം.